ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബൈനറി നമ്പറിൻ്റെ അരിത്തമെറ്റിക്സ് ആണ്. അപ്പോൾ 4 അരിത്തമെറ്റിക്സ് ആണ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബൈനറി അരിത്തമെറ്റിക്കിൽ ബൈനറി അഡീഷൻ എടുക്കാം. ബൈനറി അഡീഷൻ. ഓക്കെ, ബൈനറി അഡീഷനിൽ 4 റൂൾസാണുള്ളത്. അതായത് ബൈനറി നമ്പേഴ്സ് നമുക്കറിയാം 0 ആൻഡ് 1 ആണ് ബൈനറി നമ്പേഴ്സ്. അപ്പോൾ 4 പോസിബിലിറ്റിയാണ് ഉണ്ടാവുക. ബൈനറി നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 0 + 0 വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ആൻസർ 0 ആണ്. ഇനി 0 + 1 ആഡ് ചെയ്താൽ നമുക്കറിയാം 0 + 1 1 ആണ്. 1 + 0 = 1. ഇനി നെക്സ്റ്റ് 1 + 1 ആണ്. 1 + 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 വിത്ത് ക്യാരി 1 ആയിട്ടാണ് വരിക. ഇതാണ് ബൈനറി അഡീഷൻ്റെ റൂൾ. ഇനി നമുക്കൊരു എക്സാമ്പിളും കൂടെ ചെയ്യാം. ഓക്കെ, എക്സാമ്പിളിൽ 2 ബൈനറി നമ്പർ ആഡ് ചെയ്യാൻ. അപ്പോൾ ആഡ് 1101, 0.101 and 111.011 2 ബൈനറി നമ്പർ ആഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്പർ 1101.101 എഴുതാം. രണ്ടാമത്തെ നമ്പർ എഴുതുമ്പോൾ ഈ പോയിന്റ് സെയിം ആയിട്ട് വരണം. 011 ഈ സൈഡിൽക്കും 111 ഈ സൈഡിൽക്കും വരും. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഈ അറ്റത്തു നിന്ന് ആഡ് ചെയ്യുക. 1 + 1 എന്ന് പറയുന്നത് ഈ ഒരു റൂൾ അനുസരിച്ച് 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1. ഇനി 1 + 0 1 ആണ്. 1 + 1 വീണ്ടും 0 വിത്ത് ക്യാരി 1. വീണ്ടും 0 + 1 1, 1 + 1 again 0 വിത്ത് ക്യാരി 1. അടുത്തത് 1 + 1. അപ്പോൾ നമുക്കറിയാം 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1 ആണ്. വീണ്ടും ഒരു അതായത് 10 +1 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 + 1 എന്താ വരിക? 11. അതായത് 1 വിത്ത് ക്യാരി 1, 1 വിത്ത് ക്യാരി 1. 1 + 1 0 വിത്ത് ക്യാരി 1. വീണ്ടും 1 + 1 + 1 3 1 വരുമ്പോൾ 1 വിത്ത് ക്യാരി 1. 1 + 1 0 വിത്ത് ക്യാരി 1. ഇവിടെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അവിടെ വരും. ഇത് നമ്മൾ എങ്ങനെ ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ 23 + 99 ചെയ്യുമ്പോഴത്തേക്കും 9 + 3 എന്താ വരിക? 9 + 3 എന്ന് പറയുന്നത് 10, 11, 12 ആണ്. അപ്പോൾ നമ്മൾ 12ൻ്റെ 2 ആണ് ഇവിടെ എഴുതുക. ഓക്കെ, 1 ക്യാരി ആയിട്ടാണ് ഇവിടെ എഴുതുക. അതേപോലെ 9 + 1 10, 10 + 2 12 ആണ്. ആ 12 ഇവിടെ എഴുതും. ഇവിടെ വേറെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതുക. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്, പക്ഷെ നമുക്ക് 1 ആണ് അവിടുത്തെ ഹയസ്റ്റ് നമ്പർ. അപ്പോൾ 1 + 1 എഴുതുമ്പോൾ തന്നെ 0 വിത്ത് ക്യാരി 1 വരും. ഇതാണ് ബൈനറി അഡീഷൻ്റെ കേസ്. നെക്സ്റ്റ് നമുക്ക് ബൈനറി സബ്ട്രാക്ഷൻ ചെയ്യാം. ബൈനറി സബ്ട്രാക്ഷൻ 4 റൂൾസ് വരും. ഫസ്റ്റ് വൺ 0 - 0 = 0. സെക്കൻഡ് വൺ 0 - 1. ഈ 0 - 1 എന്ന് പറയുന്നത് നമ്മൾ ഡെസിമലിൽ ഇപ്പോൾ നമുക്ക് 2 - 9 പോലെ വരും. 2ൽ നിന്ന് നമുക്ക് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ 32 ആണെങ്കിൽ ഈ 3ൽ നിന്ന് ഒരു 10th പൊസിഷനിൽ, അതായത് ഇത് 12 ആക്കും, എന്നിട്ട് ഇവിടെ 2 ആക്കും, എന്നിട്ടാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തൊട്ട് മുന്നത്തേന്നൊരു 10th പ്ലേസിൽ നിന്നൊരു 10 ബോറോ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ ബൈനറിയിൽ ചെയ്യുമ്പോൾ 0 1 ആണെങ്കിൽ ഈ 0ൽ നിന്ന് മൈനസ് ചെയ്യില്ല. അപ്പോൾ നെക്സ്റ്റ് ഈ ഇവിടുത്തെ ഒരു ബിറ്റിൽ നിന്ന് 1 0 ആക്കിയിട്ട് അതിനെ ബോറോ ചെയ്യും. ഒരു 1 ബോറോ ചെയ്തിട്ട് 1 0ൽ നിന്നാണ് 1 മൈനസ് ചെയ്യുക. അപ്പോൾ 1 0. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1 0ൽ നിന്ന് 1 പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക 1 ആണ്. കാരണം 1 + 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 0 കിട്ടിയത്. അപ്പോൾ 0ൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. നമ്മൾ ബോറോ ചെയ്തുകൊണ്ട് ബോറോ, അതായത് വിത്ത് ബോറോ 1 ആണ് വരിക. അടുത്തത് 1 - 0
ഈക്വൽ ടു 1 ആണ്. 1 മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് റൂൾസ്. നമുക്കൊരു എക്സാമ്പിൾ നേരത്തെ പോലെ ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാം ചെയ്യേണ്ടത് 10.01 ആണ്. 111.111 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈക്വൽ നമ്പർ ആക്കാൻ വേണ്ടി ആദ്യം ഇവിടെ 0 ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് കേസ് 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യാനാണ്. നമുക്ക് 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് ഹയർ ബിറ്റിൽ നിന്ന് ഒന്ന് ബോറോ ചെയ്യണം. ഒന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 10 വരും. ഈ ബോറോ ചെയ്തുകൊണ്ട് ഇവിടെ 1 ഉണ്ടായിരുന്നത് 0 ആവും. ഓക്കെ, അപ്പോൾ 10യിൽ നിന്ന് 1 പോയാൽ 1, 0യിൽ നിന്ന് 1 പോകില്ല. വീണ്ടും ഇതിൽ നിന്ന് ബോറോ ചെയ്യണം. ഇവിടെ ബോറോ ഇല്ല, ഇവിടെയും 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ബോറോ ചെയ്യേണ്ടത്. ഇവിടുന്ന് ബോറോ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ബിറ്റിൽക്കാണ് നമുക്ക് 1 ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 0 ആവും. വീണ്ടും നെക്സ്റ്റ് ഈ ബിറ്റിൽക്ക് ഇവിടുന്ന് 10 ബോറോ ചെയ്യുക. ഇവിടെ 10 ബോറോ ചെയ്യുമ്പോഴേക്കും 10 വിട്ടിട്ട് ഇവിടെ 1 ആവും. ഇനിയും ഇവിടുന്ന് 10 ആവും. ഇവിടെ 1 വരും. 10യിൽ നിന്ന് 1 പോയാൽ 1, 1ൽ നിന്ന് 1 പോയാൽ 0, 1ൽ നിന്ന് 1 പോയാൽ 0. ഇവിടെ വീണ്ടും 0 മൈനസ് 1 വന്ന് ഇവിടെ 0 ആണ്. ഇവിടുന്ന് വേണം ബോറോ ചെയ്യാൻ. ഇവിടെ 0 വരും, ഇവിടെ 10 വരും. ഇവിടുന്ന് വീണ്ടും ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 10 വരും. 10യിൽ നിന്ന് 1 പോയാൽ 1, 0യിൽ നിന്ന് ഇവിടെ 1 ആണ്. 1ൽ നിന്ന് 1 പോയാൽ 0. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബൈനറി മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, റൂൾസ് 0 ഇൻറ്റു 0 ഈക്വൽ ടു 0, 0 ഇൻറ്റു 1 ഈക്വൽ ടു 0, 1 ഇൻറ്റു 0 ഈക്വൽ ടു 0, 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. ഇതാണ് 4 പോസിബിലിറ്റീസ്. നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. പോയിന്റ് ഇല്ലാത്തതും വരും, അല്ലെങ്കിൽ ഒരെണ്ണം പോയിന്റ് ഇല്ലാത്തത് ചെയ്യാം. 1 1 0 1 മൾട്ടിപ്ലൈ ബൈ 1 1 0. ആദ്യം ഇത് ചെയ്യാം. 0യിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 0 ഇൻറ്റു 1 4 0 തന്നെ. അടുത്തത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 ഇൻറ്റു 0 0 1 1. അടുത്ത 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 0 1 1. ഇതെല്ലാം കൂടെ ആയിട്ട് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ 1 0 പ്ലസ് 0 പ്ലസ് 1 1 0 പ്ലസ് 1 പ്ലസ് 0 1 1 പ്ലസ് 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1. ഓക്കെ, ഇനി നമുക്കൊരു പോയിൻ്റുള്ള നമ്പർ കൂടെ ചെയ്യാം. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ ചെയ്യുന്നത് 1011.101 ബൈ 101.01. നമുക്കതിനെ പോയിൻ്റ് ഇല്ലാതെ തന്നെ എഴുതാം. 1011.101. പോയിൻ്റ് എഴുതണമെന്നില്ല കേട്ടോ. അടുത്തത് 101.01. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 1 1 0 1 1 1 0 1. അടുത്ത 0 ആണ്. 0 0 0 0 0 0 0. നെക്സ്റ്റ് 1 ആണ്. 1 0 1 1 1. പൊസിഷൻ തെറ്റാതെ എഴുതണം. 0 1. അടുത്തത് 0 ആണ്. 0 0 0 0 0 0. നെക്സ്റ്റ് 1 ആണ്. 1 0 1 0 1 1 3 1 പിന്നെ ഒരു 0 പിന്നെ ഒരു 1. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 1 0 പ്ലസ് 0 0 1 പ്ലസ് 1 0 വിത്ത് ക്യാരി 1 1 പ്ലസ് 1 0 വിത്ത് ക്യാരി 1. ഇത് 4 1 വരുന്നുണ്ട്. 4 1 വരുമ്പോഴത്തേക്കും 1 പ്ലസ് 1 1 0 വീണ്ടും 1 1 1 1 വീണ്ടും 1 വരുമ്പോൾ നമുക്ക് 1 0 0 എന്നാണ് വരിക. നമ്മൾ ആദ്യത്തെ 0 ഇവിടെ എഴുതുക. പിന്നെ 1 0 നമുക്ക് ക്യാരി പോലെ ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ 1 0 പ്ലസ് 1 1 1 ആണ്. ഇവിടെ 1 വിത്ത് ക്യാരി 1. വീണ്ടും 4 1 വന്ന് ഇപ്പോൾ 1 0 0 ആണ്. 0 ഇവിടെ ഇടുക.
10 നമുക്ക് ക്യാരി ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യാം. 10 പ്ലസ് ഈ 1 ചെയ്യുമ്പോഴത്തേക്കും 11 വരും. അപ്പോൾ ഇവിടെ 1 ക്യാരി, 3 1 വരുമ്പോൾ 1 വിത്ത് ക്യാരി 1, പിന്നെ 1 0 0 1 1. ഇതാണ് ആൻസർ വരിക. ഇനി പോയിന്റ് ഇടുമ്പോൾ നമുക്ക് ഇവിടെ 2 ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട് ആഫ്റ്റർ ഡെസിമൽ. അപ്പോൾ ടോട്ടൽ 5 ആണ്. അപ്പോൾ ഇവിടുന്ന് കൗണ്ട് ചെയ്തിട്ട് 1 2 3 4 5 കൗണ്ട് ചെയ്തിട്ട് ഇവിടെയാണ് നമുക്ക് ഡെസിമൽ പോയിന്റ് വരിക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബൈനറി നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. നെക്സ്റ്റ് ബൈനറി ഡിവിഷൻ. ബൈനറി ഡിവിഷൻ്റെ കേസിൽ ഡിവൈഡ് ചെയ്യാം. 2 എക്സാമ്പിൾ ചെയ്യാം. ഒന്ന് ഡിവൈഡ് 1 0 1 1 0 1നെ നമുക്ക് 1 1 0 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 3 ഡിജിറ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 5 ആണ്. അപ്പോൾ പോവില്ല. അപ്പോൾ നമുക്ക് 4 ഡിജിറ്റ് എടുക്കണം. 4 ഡിജിറ്റ് എടുക്കുമ്പോൾ 1 0 1 1 ആണ്. അതിലൊരു പ്രാവശ്യമാണ് പോവുക. ഒരു പ്രാവശ്യം പോയത്തേക്കും നമുക്ക് കിട്ടുന്നത് 1 1 0 ആണ്. ഓക്കെ, ഇനി മൈനസ് ചെയ്യാം. 1 നിന്ന് 0 പോയാൽ 1, 1 നിന്ന് 1 പോയാൽ 0, 1 0 നിന്ന് 1 പോയാൽ 1. ഓക്കെ, ഇനി അടുത്ത ഡിജിറ്റ് ഇറക്കിയിട്ട് സാധാ ഡിവിഷൻ തന്നെ. ഇനി 1 0 1 0ലും വീണ്ടും ഒരു പ്രാവശ്യമാണ് പോവുക. അപ്പോൾ നമുക്കിവിടെ 1 1 0 കൊടുക്കുക. 0 0 മൈനസ് 0, 1 നിന്ന് 1 പോയാൽ 0, 1 നിന്ന് 1 പോയാൽ 1. ഓക്കെ, അടുത്ത 1 ഇടുക. വീണ്ടും 1 0 0 1ൽ ഒരു പ്രാവശ്യമാണ് പോവുക. അപ്പോൾ നമുക്ക് 1 1 0 കൊടുക്കാം. 1 0യിൽ പോവില്ല, ഈ 0യിലും പോവില്ല. അപ്പോൾ ഇവിടുന്ന് ബോറോ ചെയ്യണം. ഇവിടുന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 1 0 വരും. അത് ക്യാൻസൽ ചെയ്ത് 1 ആക്കിയിട്ട് ഇവിടെ 1 0 വരും. ആ 1 0യിൽ നിന്ന് 1 പോയാൽ 1, 1 നിന്ന് 1 ഇത് 3 ആണ് ആൻസർ വരിക, 0 0. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ പോയിന്റ് വെച്ചിട്ട് അടുത്തൊരു ഡിജിറ്റ് 0 നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. ആ സമയത്ത് ഇവിടെ ഒരു പോയിന്റ് ഇടണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ആ 6ൽ ഒരു പ്രാവശ്യം പോവും. അപ്പോൾ നമുക്ക് 1 1 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ഡിവിഷനും കൂടി നമുക്ക് എക്സാമ്പിളിൽ ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ്റെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 1 1 0 1 0 1.11 ഡിവൈഡഡ് ബൈ 1 0 1. അപ്പോൾ ഇവിടെ ഈ 3 ഡിജിറ്റ് എടുക്കുമ്പോൾ 6 ആണ്, ഒരു പ്രാവശ്യം പോവും. അപ്പോൾ നമുക്ക് 1 0 1 വരും. ഈ 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടുന്ന് ബോറോ ചെയ്യും. അപ്പോൾ 1 0 1 0 0. അടുത്ത നമ്പർ ഇറക്കിയിടുക. 3ൽ നിന്ന് പോവില്ല. അപ്പോൾ നമുക്കിവിടെ 0 കിട്ടും. ഇവിടെ 0 കിട്ടും. അടുത്ത നമ്പർ ഇറക്കിയിടുക. അപ്പോൾ 6 വരുന്നു. വീണ്ടും 1 1 × 5 5 1 0 1. വീണ്ടും നമുക്ക് 1 0 0 വരും. അടുത്ത നമ്പർ ഇറക്കിയിടുക. 3 വന്ന് അതിൽ പോവില്ല. അപ്പോൾ വീണ്ടും 0. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ ഇറക്കിയിടണം. അപ്പോൾ പോയിന്റ് വന്നതുകൊണ്ട് ഇവിടെയും പോയിന്റ് ഇടുക. 7ൽ 1 ടൈംസ് 5 വരും. 0 മൈനസ് ചെയ്യുമ്പോൾ 0 1. അടുത്ത നമ്പർ ഇറക്കിയിടുക. അപ്പോൾ അത് 5 ആണ്. ഒരു പ്രാവശ്യം 1 × 5 5 ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം ഡെസിമലിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെയാണ് എല്ലാ ഡിവിഷനും, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ബൈനറി അരിത്തമെറ്റിക് 4 എണ്ണം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ആൾ.